ഇന്നലെ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമമനുസരിച്ച് രാജ്യത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അത് ഒരു സംസ്ഥാനത്ത് മാത്രമാണ് പ്രഖ്യാപിക്കുന്നത്, രാജ്യത്ത് മാത്രമാണെങ്കിൽ ആ ഇലക്ഷൻ കഴിഞ്ഞ് പ്രഖ്യാപിക്കാം. പോളിംഗ് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകൾ പറയാം. ഒന്നിലധികം സംസ്ഥാനമുണ്ടെങ്കിൽ അവിടെ ആദ്യം നടക്കുന്ന സംസ്ഥാനത്തിൻ്റെ ആണെങ്കിൽ പോലും, പ്രത്യേകിച്ച് കേരളത്തിൽ ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ് നടന്നു. പക്ഷേ ബംഗാളിൽ ഈ 5 സംസ്ഥാനങ്ങൾക്ക് ഒന്നിച്ച് നടന്നതുകൊണ്ട് ബംഗാളിൽ ഇന്നലെയാണ് ഏപ്രിൽ 29 ഇലക്ഷൻ പൂർത്തിയായത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം 6:30 മണിക്ക്, ഏപ്രിൽ 29 6:30 മണിക്ക് മാത്രമേ എക്സിറ്റ് പോൾ പുറത്തുവിടാൻ പാടുള്ളൂ. കാരണം ഒരു സ്ഥലത്തെ എക്സിറ്റ് പോൾ പുറത്തുവിട്ടാൽ മറ്റ് സംസ്ഥാനത്തെയോ മറ്റ് മണ്ഡലങ്ങളെയോ സ്വാധീനിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. അല്ലാതെ കേരളത്തിലെ ഇപ്പോൾ എക്സിറ്റ് പോൾ പുറത്തുവിട്ടാൽ ബംഗാളിനെ എന്ത് സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ എന്ത് സ്വാധീനിക്കാൻ, എന്നാലും അങ്ങനെയാണ് ഒരു കണക്ക് വച്ചിരിക്കുന്നത്. ഇന്നലെ 6:30 മണിക്ക്, അതായത് ഇന്നലെ എന്ന് പറഞ്ഞാൽ നാളെ ഒരു കാലത്ത് വീഡിയോ കാണുന്നവർക്ക്, ആർക്കൈവിൽ കിടന്ന് കാണുന്നവർക്ക് ഡേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടി 29/4 ഏപ്രിൽ മാസം 29 2026 വൈകുന്നേരം 6 മണിയോടുകൂടി പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, 2ാം ഘട്ടവും കഴിഞ്ഞു. 6:30 മണിക്ക് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു. 7 മണിയോടിക്കുള്ള വാർത്തകളിൽ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ഏകദേശം 10, കേരളത്തിലും ഇന്ത്യയിലും ഈ 5 സംസ്ഥാനങ്ങളിലുമായി 10ഓളം സ്ഥാപനങ്ങളാണ് ശരിക്കും ഇത് സർവേ നടത്തിയത്. സർവേയെക്കുറിച്ചുള്ള സെഫോളജി എന്നാണ് ഇത് പറയുന്നത്, പ്രവചനശാസ്ത്രമാണ്, ഇലക്ഷൻ പ്രവചനശാസ്ത്രമാണത്. അതിൽ കുറേയൊക്കെ പെയ്ഡും കാണും. കാരണം ഈ ഭരിക്കുന്നവരും മറ്റ് ഏജൻസികളുമൊക്കെ പണം കൊടുത്ത് നടത്തുന്ന ഒരുപാട് സർവേകളുണ്ട്, പെയ്ഡ് സർവേകളുണ്ട്. പെയ്ഡ് സർവേകളാകുമ്പോൾ അതിൻ്റെ റിസൾട്ടും ആ പണം കൊടുക്കുന്നവർക്ക് അനുകൂലമായിട്ടൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. എങ്കിലും പലപ്പോഴും എക്സിറ്റ് പോളുകൾ അതുപോലെ സംഭവിച്ച അവസരവുമുണ്ട്, അടപടലം മാറിപ്പോയ അവസരവുമുണ്ട്. എം എം മണി തോറ്റുപോകുമെന്നാണ് എം എം മണി മത്സരിച്ച വർഷം പറഞ്ഞത്, എം എം മണി ജയിച്ചു. അങ്ങനെ പല അബദ്ധങ്ങളും ഈ എക്സിറ്റ് പോളുകളിൽ വന്നിട്ടുണ്ട്. എന്നാലും അടുത്ത 4 ദിവസം കൂടെ നമുക്ക് എക്സിറ്റ് പോളല്ലേ ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ എക്സിറ്റ് പോളിനെ അഡമൻ്റായി അല്ലെങ്കിൽ അടപടലം നമുക്ക് എഴുതിത്തള്ളാനും കഴിയില്ല. പല എക്സിറ്റ് പോളുകളും കറക്റ്റായി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് എക്സാക്റ്റ് പോളുമായി, അതായത് കറക്റ്റ് റിസൾട്ടുമായി അടുത്ത് നിൽക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യയുടെ അവർ നടത്തുന്ന പഠനമാണ്. അതിൽ അവർ പ്രവചിക്കുന്നത് 78 മുതൽ 90 സീറ്റ് വരെ യു ഡി എഫും, വലിയ മാർജിനാണ് പറയുന്നത്, 49 മുതൽ 62 വരെ എൽ ഡി എഫും, 0 മുതൽ 3 വരെ എൻ ഡി എയുമാണ്. എന്നാൽ ജെ വി സി പറയുന്നത് യു ഡി എഫ് 72, 84, 52, 61, എൽ ഡി എഫ് 3 മുതൽ 7 വരെ പറയുന്നു ബി ജെ പി. അപ്പോൾ ബി ജെ പി വീണ്ടും ഹൈപ്പിലേക്ക് പോവുകയാണ് അടുത്ത ചാനലുകാർ, അടുത്ത ആളുകൾ പറയുമ്പോൾ. മാട്രിക്സ് പറയുന്നത് 70-75 യു ഡി എഫ്, 60-65 എൽ ഡി എഫ്, 3 മുതൽ 5 വരെ പിന്നെ എൻ ഡി എ ബി ജെ പി. പി മാർക്ക് പറയുന്നത് 71-79 യു ഡി എഫ്, എൽ ഡി എഫ് 62-69, 1 മുതൽ 4 വരെ ബി ജെ പി. പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നത് 66 മുതൽ 76 വരെ യു ഡി എഫ്, 58-68 എൽ ഡി എഫ്, 10 മുതൽ 14 വരെ ബി ജെ പി. അതൊരു കടുത്ത പ്രവചനമായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഒരു തൂക്ക് സഭയുടെ കഥയിലേക്കാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നതനുസരിച്ച് തൂക്ക് സഭ വരും. അത് നമുക്ക് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. CNN ന്യൂസ് 70-78-80 ആണ് പറയുന്നത് യു ഡി എഫ്, 58-68 എൽ ഡി എഫ് പറയുന്നത്. 4 സീറ്റാണ് യു ഡി എഫിന് പറയുന്നത്, അല്ല പിന്നെ എൻ ഡി എക്ക് പറയുന്നത്, ബി ജെ പിക്ക്. പോർ ഓഫ് പോൾസ് എൻ ഡി ടി വി പറയുന്നത് 75 സീറ്റാണ് യു ഡി എഫിന് പറയുന്നത്, 60 സീറ്റാണ് പിന്നെ എൽ ഡി എഫിന് പറയുന്നത്, 5 സീറ്റാണ് എൻ ഡി എക്ക് പറയുന്നത്. മനോരമ സി വോട്ടർ എക്സിറ്റ് പോൾ പറയുന്നത് യു ഡി എഫിന് 94% സീറ്റ് വരെ ലഭിക്കാം. അതുപോലെ അതേസമയം ബാക്കി എൻ ഡി എക്ക് 1 മുതൽ 4 സീറ്റ് വരെ ജയിക്കാനുള്ള, 3 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 44 മുതൽ 58 വരെ സീറ്റുകൾ, 56 വരെ സീറ്റുകളാണ് എൽ ഡി എഫിന് പ്രവചിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള രസകരമായ കാര്യം, ഇത്രമാത്രം കാര്യങ്ങൾ വന്നിട്ടും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിൽ പിണറായി വിജയനാണ് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൽ 4 പേരുടെ പേരിലേക്ക് അത് പോയി എന്നുള്ളതാണ്. വി ഡി സതീശനും അതുപോലെ തന്നെ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഇങ്ങനെ 3-4 പേരുകളിലേക്ക്, ശശി തരൂർ എന്നൊക്കെ പറഞ്ഞ് 4-5 പേരുകളിലേക്ക് പോയി. അവർക്കെല്ലാം ചെറിയ ശതമാനം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂട്ടുകയും ഇപ്പുറത്ത് മുഖ്യമന്ത്രി കിട്ടിയിട്ടുള്ള വോട്ടും
ശൈലജ ടീച്ചർ 1-2 പേരൂടെ പറയുന്നുണ്ട്. അവർക്ക് കിട്ടിയ വോട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് UDF തന്നെയാണ്. എന്തായാലും ഇന്നലത്തെ എക്സിറ്റ് പോൾ പ്രകാരം 10ഓളം എക്സിറ്റ് പോൾ പ്രകാരവും UDF തന്നെയാണ് അപ്പർ ഹാൻഡ്. ചില എക്സിറ്റ് പോളുകൾ 80-ന് മുകളിൽ പറയുന്നു, ചില എക്സിറ്റ് പോളുകൾ 80-ന് താഴെ 75-നകത്ത് നിർത്തുന്നു. ഈ 75-നകത്ത് നിർത്തുന്ന എക്സിറ്റ് പോളുകളാണ് അപകടകാരികൾ. അതൊരു പക്ഷേ തിരിഞ്ഞു കുത്താനും സാധ്യതയുണ്ട്. 2-3 സീറ്റ് ഒന്ന് മാറിപ്പിടിച്ചാൽ LDFും 72, 73, 74, 75 സീറ്റിൽ വന്നാലും അത്ഭുതമല്ല. ഈ സമയത്തും വലിയ കോൺഫിഡൻസിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. അതൊരു പക്ഷേ പിണറായി വിജയൻ എല്ലാ കാലത്തും അദ്ദേഹം തോറ്റ മീൻസ് തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴല്ല, പാർട്ടിയിൽ തോറ്റപ്പോഴും അദ്ദേഹത്തിന് തിരിച്ചടികൾ വന്നപ്പോഴും എന്തെല്ലാം വന്നപ്പോഴും അദ്ദേഹം ലാവ്ലിൻ കേസ് വന്നപ്പോഴും ഇപ്പോഴത്തെ കുറേ കേസുകൾ വന്നപ്പോഴും എല്ലാം വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് ആ സ്ട്രോങ്നെസ് ആണോ ഈ കാണുന്നത്, അതോ പിണറായി വിജയന് ഉറപ്പുണ്ടോ വീണ്ടും അധികാരത്തിൽ വരാം വളരെ നേരിയ മാർജിനാലും? പക്ഷെ അപ്പോഴും ഒരു ചെറിയ പ്രശ്നമുള്ളത് 99% സീറ്റുണ്ടായി 99 സീറ്റിൽ നിന്ന് 75-ലോ 70-ന് താഴെ 75-ന് താഴെ സീറ്റിലേക്ക് കുറഞ്ഞാലും ആൻറ്റി ഇൻകംബൻസ് ഉണ്ട്. വളരെ വലിയ തോതിൽ BJPക്ക് കയറാൻ പറ്റാത്തതാണെന്ന് പറയേണ്ടി വരും. അവിടെ BJP വോട്ടുകൾ കൂടുതൽ കൊണ്ടുപോയിരിക്കുന്നത് BJP ആണെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ BJP ഇല്ലാതെ ബൈപ്പോളർ 2 പേർ മാത്രമുള്ള മത്സരമായിരുന്നെങ്കിൽ 100-110 സീറ്റിൽ UDF അധികാരത്തിൽ വരുമായിരുന്നു. അതിനെ ലിമിറ്റ് ചെയ്യുന്നത് BJP ആണ്, NDA മുന്നണിയാണ്. കാരണം BDJS ഒക്കെ ഉള്ളത് അപ്പുറത്താണ്. 2020 കുറേ വോട്ടുകൾ അപ്പുറത്ത് പോകും. എന്തായാലും UDFനാണ് ഈ 10 സർവേകളിലും അപ്പർ ഹാൻഡ് ഉള്ളത്. അത് 75 മുതൽ 90 വരെ സീറ്റുകൾ ആണ് ഈ അപ്പർ ഹാൻഡിൽ കിടക്കുന്നത്. അത് വളരെ 92 വരെ 90 വരെയാണ്. 90 വരെ സീറ്റ് ആക്സിസ് മൈ ഇന്ത്യയുടെ 90 വരെ കിടക്കുന്ന സീറ്റുകളിലാണ് ഉള്ളത്. രസകരമായ മറ്റൊരു കാര്യം 0 മുതൽ 14 വരെയാണ് BJPക്ക് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനപ്പായസം ഉണ്ണാം, സുഖമായി കിടന്ന് ഉറങ്ങാം. 4-ാം തീയതി നമുക്ക് വീണ്ടും കാണാം.